സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളിലുമായിട്ട് 3059 സ്കൂളുകളിലാണ് ഈ വർഷം പരീക്ഷ നടത്തിയത്. ഈ മാർച്ച് മാസം 4,14,290 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. പ്രൈവറ്റ് വിഭാഗത്തിൽ 251 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. കേരളത്തിൽ 47 സെന്ററുകളിലായിട്ട് 2683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ ഈ വർഷം എഴുതിയത്. AHSLC പരീക്ഷ കേരള കലാമണ്ഡലത്തിലെ 74 വിദ്യാർത്ഥിനികളാണ് പരീക്ഷയ്ക്കിരുന്നത്. ഈ വർഷം മാർച്ച് മാസം 2026 മാർച്ച് മാസം 5 മുതൽ 30 വരെയാണ് പരീക്ഷകൾ നടത്തിയത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്ത് 72 ക്യാമ്പുകളിലായിട്ട് ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ നടത്തിയത്. ആകെ 9,968 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തത്. തുടർന്ന് ഭാഗമായിട്ട് ഇന്ന് പരീക്ഷ SSLC ജയിക്കുവാൻ പരീക്ഷാ കമ്മീഷണർ ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാ ഭവൻ ജീവനക്കാർക്കും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പ്രഥമ അധ്യാപകർ മറ്റ് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയ അധ്യാപകർ എല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും കൂടി അനുമോദനങ്ങൾ അറിയിക്കുന്നു. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തെ തുടർന്ന് 3:30 മുതൽ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥിനികൾക്ക് ലഭ്യമാകുന്നതാണ്. SSLC പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. ഫലപ്രഖ്യാപനമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെയൊക്കെ അനുമോദിക്കുന്നു, അധ്യാപകരെയൊക്കെ അനുമോദിക്കുന്നു. സൈറ്റുകളുടെ അഡ്രസ് കൂടിയാണ് നമ്മുടെ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ഏർപ്പാടാക്കിയിട്ടുണ്ട്. 9188619958 918866199958 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് നൽകിയാൽ പരീക്ഷാഫലം ലഭ്യമാകുന്നതിനുള്ള ഏർപ്പാട് IT മിഷനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ട് അവലോകനം ചെയ്യുമ്പോൾ ഈ വർഷം SSLC റെഗുലർ പരീക്ഷയ്ക്ക് 4,14,290 വിദ്യാർത്ഥിനികളാണ് പരീക്ഷ എഴുതിയത്. 4,14,290. പരീക്ഷ എഴുതിയവരിൽ 4,10,456 വിദ്യാർത്ഥിനികൾ. 4,10,456 സ്റ്റുഡൻസ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. വിജയശതമാനം 99.07%, 99.07%. കഴിഞ്ഞ വർഷം ഇത് 99.5% 99.5% ആയിരുന്നു. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥിനികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 30,514 വിദ്യാർത്ഥിനികൾ 30,514 സ്റ്റുഡൻസ് എല്ലാ വിഷയങ്ങൾക്കും A+ അർഹരായി. കഴിഞ്ഞ വർഷം ഇത് 61,449 ആയിരുന്നു. സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 2,08,474, 2,08,474. 98.93% ആൺകുട്ടികൾ SSLC പരീക്ഷ എഴുതിയ 98.93% ആൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയത് 2,03,563 പെൺകുട്ടികളാണ്. അവരിൽ 2,01,982 2,20,19 ഫോൺ ഓഫാണ്. രമേശിന്റെ ഫോണായിരിക്കും. ഓക്കെ. ഇപ്പം പെൺകുട്ടികളുടെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 2,03,563.
ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികളുടെ എണ്ണം 2,01,982, അതായത് 99.22%. 99.22% പെൺകുട്ടികൾ, പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ 20,771 പെൺകുട്ടികൾ ഫുൾ A+ നേടി, 20,771. എന്നാൽ ഫുൾ A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം 9,743. ഫുൾ A+ നേടിയ പെൺകുട്ടികൾ ഗേൾസ് 20,771, 20,771. ഫുൾ A+ നേടിയ ആൺകുട്ടികൾ 9,743, 9,743. അത് സ്ലൈഡ് കാണിച്ചിട്ടില്ലേ? ഓക്കെ, അത് ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ ഓക്കെ, ആൺകുട്ടികൾ ഫുൾ A+ നേടിയത് 9,743, 9,743. പെൺകുട്ടികൾ 20,771, 20,771. ഓക്കെ. പ്രൈവറ്റായിട്ട് SSLC പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീം പ്രകാരമാണ് പ്രൈവറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നത്. 251 പേര് പ്രൈവറ്റായിട്ട് എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% അവരുടെ വിജയശതമാനം. 189, 189, 75.3% ആണ് അതിൻ്റെ പാസ് പെർസെൻറ്റേജ്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്, 100%. ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റോഡ് ദി എക്സാം, അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 11.6% of children who wrote the exam from Kollam got full A+. 11.6%. 11.6% of all the children who wrote the exam from Kollam got full A+. ഗൾഫ് സെന്ററുകളിലെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അവിടെ പരീക്ഷയ്ക്ക് അസസ് ചെയ്യപ്പെട്ടത് 631 കുട്ടികളാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്.